കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിയുടെ കാരണമായിട്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഒന്ന്, രാജ്യത്ത് നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള എൽ നിനോ പ്രതിഭാസം, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മഴക്കുറവ്, ഡാമുകളിൽ വെള്ളമില്ലായ്മ, മൊത്തം ഉപഭോഗത്തിൽ വന്നിട്ടുള്ള അസാധാരണമായ വർധനവ്, ഇത് മൂന്നും കൂടി ചേർന്ന് പരിഹരിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ്. വൈദ്യുതി മന്ത്രി ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നതിന് സാധ്യതയുള്ളത് എന്നത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പറഞ്ഞത്, മഴ പെയ്താൽ പ്രശ്നം തീരും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളൊരു അനിശ്ചിതാവസ്ഥയാണ്. തുടക്കത്തിൽ ഈ ഒരു അനിശ്ചിതാവസ്ഥ മാത്രം സൂചിപ്പിച്ച വൈദ്യുതി മന്ത്രിയും അതുപോലെ തന്നെ ഏറ്റവും അവസാനം പ്രതികരിച്ച മുഖ്യമന്ത്രിയും ഇത് മുഴുവൻ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പീരീഡിൽ ഒരു ദീർഘകാല കരാറ് റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിസന്ധി വന്നത് എന്ന നിലയിലും പ്രശ്നം മുഴുവൻ മുൻ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞു വയ്ക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇത് രണ്ടും വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. ഒന്ന്, എൽ നിനോ പ്രതിഭാസം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മഴക്കുറവുണ്ടായിട്ടുണ്ട്, ഡാമുകളിലെ വെള്ളത്തിൻ്റെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട്, ഈ പറയുന്ന പോലെ ഉപഭോഗത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇതിനേക്കാൾ രൂക്ഷമായി എൽ നിനോ അനുഭവിച്ചിരുന്ന ഒരു വർഷമായിരുന്നു 2023. 2023 ആദ്യത്തെ മഴ പെയ്തത് ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടിയാണ്. ജൂണിലും ജൂലൈയിലും മഴയെ പെയ്തിട്ടില്ല. അന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏകദേശം 800-900 മെഗാവാട്ട് ഉപഭോഗം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിരുന്നു. പക്ഷേ 2023 അങ്ങനെ ഒരു കടുത്ത വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കേരളം പോയില്ല. മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടല്ല ഈ പ്രതിഭാസത്തെ നേരിടുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുക എന്നത് പ്രായോഗികമല്ല. ഉദാഹരണത്തിന്, നമ്മൾ ഈ തവണ ഒരു 4200 മെഗാവാട്ട് വരെയൊക്കെ ഉപഭോഗം പ്രതീക്ഷിക്കുന്നു. ആ ഉപഭോഗം പ്രതീക്ഷിക്കുന്നത് ജൂൺ മാസത്തിലല്ല. അത് കഴിഞ്ഞ വർഷം തന്നെ അടുത്ത ജൂണിൽ എത്ര ഉപഭോഗം ഉണ്ടാകും എന്നത് സംബന്ധിച്ചിട്ടുള്ള ചില ആലോചനകൾ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസത്തിലെ വൈദ്യുതി ഉപഭോഗം അല്ലെങ്കിൽ ജൂലൈ മാസത്തെ വൈദ്യുതി ഉപഭോഗം സംബന്ധിച്ചിട്ടുള്ള പ്ലാനിങ് നടക്കുകയും ചെയ്യും. അങ്ങനെ പ്ലാനിങ് നടക്കുമ്പോൾ ആണ് അടുത്ത വർഷം ഈ വർഷത്തെക്കാളും ഒരു ഉപഭോഗത്തിൽ വർധനവുണ്ടാവും, ആ നിലയ്ക്ക് ഒരു 4200 മെഗാവാട്ടോളം എത്തും എന്ന് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് പ്ലാൻ ചെയ്യും. ഇപ്പം നിലവിലുള്ള നമ്മുടെ ഉപഭോഗം 4800, 4900 ആയി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 600-700 മെഗാവാട്ട് അഡീഷണലായി ഉപഭോഗം വന്നു. അപ്പം പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം ഈ കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് 4900 പ്രതീക്ഷിച്ച് ചെയ്യേണ്ടിയിരുന്നില്ലേ? ഇതാണല്ലോ പ്ലാനിങ്ങിനെ പറ്റി എന്ന് പറഞ്ഞാൽ 600 മെഗാവാട്ട് നമ്മൾ നോർമലി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനേക്കാൾ മുകളിൽ പ്രതീക്ഷിച്ച് ആസൂത്രണം ചെയ്യണം എന്നാണ് ഈ വിദഗ്ധന്മാർ നമ്മളോട് പറയുന്നത്. അതിനുള്ള പ്രശ്നം, അങ്ങനെ ഒരു 600 മെഗാവാട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നെങ്കിലും പവർ അറേഞ്ച് ചെയ്യണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതിനു വേണ്ടി കരാറുകളോ മറ്റ് കാര്യങ്ങളോ ഏർപ്പെട്ടിരിക്കണം. അങ്ങനെ ഏർപ്പെട്ടാൽ ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായില്ല എന്ന് വെച്ചു. കാരണം എല്ലാ വർഷവും ഉണ്ടാകുന്ന പ്രതിഭാസം അല്ലല്ലോ ഇത്. പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇത് സ്ഥിരമായി ഇങ്ങനെ ഒരു പ്രതിഭാസം നിൽക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായില്ലെങ്കിൽ ഈ അറേഞ്ച് ചെയ്ത 600-700 മെഗാവാട്ട് എന്ത് ചെയ്യും? ഇപ്പം രാജ്യത്ത് ഈ മൺസൂൺ കാലത്ത് വലിയ രൂപത്തിലുള്ള ഡിമാൻഡ് വന്നു. കാരണം രാജ്യം മൊത്തത്തിൽ എൽ നിനോ പ്രതിഭാസമുണ്ട്. അതുകൊണ്ട് ആ ഡിമാൻഡിനനുസരിച്ചിട്ട് പവറിന്റെ വിലയും കൂടി. ആ സമയത്ത് നമ്മൾ ഇങ്ങനൊരു കാര്യം വരും എന്ന് വിചാരിച്ച ഒരു 600 മെഗാവാട്ട് അഡീഷണലായി അറേഞ്ച് ചെയ്ത് നിൽക്കുകയാണെന്ന് വെച്ചു. എന്നിട്ട് വന്നില്ലെങ്കിൽ രാജ്യത്ത് മൊത്തത്തിൽ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പം നമ്മൾ ഈ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ചിലപ്പം 7 രൂപയ്ക്കോ 8 രൂപയ്ക്കോ പെർ യൂണിറ്റ് വൈദ്യുതിക്ക് കഴിഞ്ഞ വർഷം കരാറുണ്ടാക്കി വെച്ചാൽ ഈ വർഷം നമുക്കത് പുറത്ത് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ 2 രൂപയോ 3 രൂപയായിരിക്കും കിട്ടുക. ബാക്കി വരുന്ന 5 രൂപയുടെ നഷ്ടം എന്ന് പറയുന്നത്, ഒരു യൂണിറ്റിന്റെ മുകളിൽ വരുന്ന നഷ്ടം എന്ന് പറയുന്നത് ആരുടെ തലയിലാണ് വരിക? അത് നാട്ടിലെ ജനങ്ങളുടെ തലയിലാണ് വരിക. അപ്പം ഒരിക്കലും ഒരു യൂട്ടിലിറ്റിക്കും ഓവർ പ്ലാനിങ് എന്ന് പറയുന്ന സാധനം നടക്കില്ല. അപ്പോൾ എത്ര വരും എന്നുള്ള ഒരു പ്ലാൻ ചെയ്യുക, അതിനകത്ത് നിന്ന് വരുന്ന ചെറിയ ഡീവിയേഷൻസിന് എങ്ങനെ മാനേജ് ചെയ്യണം എന്നതുകൂടി മുൻകൂട്ടി തീരുമാനിച്ച് വെക്കുക എന്നതല്ലാതെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഉപഭോഗ വർധനവുകൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യുക എന്നത് ഒരു യൂട്ടിലിറ്റിക്കും സാധ്യമാവുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യൂട്ടിലിറ്റിയും പ്ലാൻ ചെയ്യില്ല. ഈ അപ്രതീക്ഷിതമായ വർധനവ്
ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ ആണ് യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടേണ്ടത്. അതിനാണ് ശ്രമം ഉണ്ടാവേണ്ടത്. അപ്പം ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് സ്ട്രോക്ക് വന്നാൽ 3 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കണം, അതാണ് അതിൻ്റെ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് പോലെ ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഒരു ഉപഭോഗ വർധനവ് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നു എന്ന് അറിയുന്ന സന്ദർഭത്തിൽ തന്നെ ഇടപെടുക എന്നത് മാത്രമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, ഇതെപ്പോഴാണ് നമ്മൾ അറിയുന്നതെന്നാണ്. ഇങ്ങനെയൊരു പ്രതിഭാസം ഇന്ത്യയിലെ പവർ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് ഒരു മെയ് അവസാനത്തോടു കൂടി ജൂൺ ആദ്യത്തോടു കൂടിയാണ് ഇക്കാര്യം സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകുന്നത്. അതായത് വലിയ രൂപത്തിലുള്ള ഒരു ഉപഭോഗ വർധനവ് വരാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ഹീറ്റ് വേവ് ഉണ്ട്, 1. 2, എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി മഴക്കുറവുണ്ടാകും. രാജ്യത്തെമ്പാടും ഇതിനകത്ത് ഡിമാൻഡ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായി വൈദ്യുതി ലഭ്യതയിലും പ്രശ്നം ഉണ്ടാവും. ഈ പ്രശ്നം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് യഥാർത്ഥത്തിൽ മെയ് അവസാനം ജൂൺ ആദ്യത്തോടു കൂടിയാണ്. ഇപ്പം മെയ് 14-ാം തീയതി UDF ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തു. ഈ കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി എന്താ? അങ്ങനെ പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും നമ്മൾ അളിയൻ ഈ പറഞ്ഞ പോലെ പ്രൈവറ്റ് സെക്രട്ടറി ആണോ അല്ലയോ എന്നുള്ളതായിരുന്നല്ലോ അന്നത്തെ ചർച്ച. അല്ലാതെ വൈദ്യുതി ഈ പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു, അത് പരിഹരിക്കുക എന്നുള്ളതല്ലല്ലോ. യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട സമയത്ത് ഒരു രാഷ്ട്രീയ ഇടപെടലോ പരിശോധനയോ ഉണ്ടായില്ല. വൈദ്യുതി ബോർഡിലും ഈ സന്ദർഭത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. കാരണം മെയ് അവസാനത്തോടു കൂടി ഒരു 1500 പേരോളം ഉദ്യോഗസ്ഥന്മാരുടെ റിട്ടയർമെന്റ് ഉണ്ടായി. സീനിയർ ഉദ്യോഗസ്ഥന്മാർ പലരും ആ സമയത്ത് റിട്ടയർ ചെയ്തു. അവിടെ വരുന്ന ഗ്യാപ്പിലേക്ക് പരിചയസമ്പന്നരായ ആളുകളെ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം യഥാർത്ഥത്തിൽ അവിടെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ ഭാഗമായി ഏതൊക്കെ സീറ്റുകളിൽ ഞങ്ങൾ കയറണം എന്നുള്ള രൂപത്തിലുള്ള ചർച്ചകളാണ് ബോർഡിൽ നടന്നത്. അല്ലാതെ അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പരിചയസമ്പന്നരായ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് ശീലമുള്ള ആളുകളെ അതത് സീറ്റുകളിൽ കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തുക എന്നുള്ള രൂപത്തിലുള്ള പ്രയോറിറ്റി അല്ല ഉണ്ടായത്. യഥാർത്ഥത്തിൽ ആ ഗോൾഡൻ അവേഴ്സ് യൂസ് ചെയ്യുന്നതിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അമ്പേ പരാജയപ്പെട്ടു. ഗവൺമെന്റും അക്കാര്യത്തിനകത്ത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നതാണ് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഇത്രത്തോളം രൂക്ഷമാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അത് പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. കാരണം ആ ഒരു സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരു ജൂൺ ആദ്യ വാരത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ജൂലൈ പകുതിക്ക് ശേഷം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? ഇപ്പം നമ്മൾ എന്തെങ്കിലും അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് ചോദിച്ചാൽ അവിടെയും ഗവൺമെന്റ് രാഷ്ട്രീയമായി ഇക്കാര്യത്തിനകത്ത് എന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇടപെടൽ ഇക്കാര്യത്തിൽ നടക്കുന്നതായി പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഇതിനകത്ത് ചെറിയ കാരണങ്ങളുണ്ട്. നമുക്ക് മൊത്തത്തിൽ രാജ്യത്ത് പവർ ക്രൈസിസ് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇത്തരം ക്രൈസിസിൽ ചില സംസ്ഥാനങ്ങളിൽ വൈദ്യുതി മിച്ചവും ഉണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ ദേശീയ വൈദ്യുതി കമ്പോളത്തിലെ പവർ ട്രാൻസാക്ഷൻസ് പരിശോധിച്ചാൽ കാണുന്ന ഒരു കാര്യം, കർണാടകയിൽ നിന്ന് ഏകദേശം 200 മുതൽ 600 മെഗാവാട്ട് വരെ സർപ്ലസ് എനർജി പീക്ക് സമയങ്ങളിൽ വിൽക്കപ്പെടുന്നുണ്ട്. 9.5 മുതൽ 10 രൂപ വരെയൊക്കെ വില ചില സമയങ്ങൾ പോകുന്നത്, ചില സമയങ്ങളിൽ ഒരു 9 റുപ്യ 8 പൈസയ്ക്കും 10 പൈസയ്ക്കൊക്കെ കർണാടകയിൽ നിന്നുള്ള പീക്ക് പവർ വിൽക്കപ്പെടുന്നുണ്ട്. ആ പീക്ക് പവർ ദേശീയ മാർക്കറ്റിൽ വിൽക്കുന്നതിന് പകരം, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF ആണല്ലോ, ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടായാൽ യെസ് നമ്മളൊരു 2 പൈസ കൂടുതൽ തരാമെന്ന് ചിലപ്പം പറഞ്ഞാൽ ആ പവർ കേരളത്തിന് കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പ്രതിസന്ധി കുറെയെങ്കിലും പരിഹരിക്കപ്പെടില്ലേ? അത്തരത്തിൽ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ? ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് ചില കാരണങ്ങളുണ്ട്. കാരണം 2023 ഇതേപോലൊരു പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തതാണ് ഇത്. അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ കേരളത്തിൽ പുറത്ത് വേറെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഒന്നുമില്ല. പക്ഷേ മാർക്കറ്റിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ പവർ സർപ്ലസ് ഉണ്ട്, ഗുജറാത്തിൽ പവർ സർപ്ലസ് ഉണ്ട് തുടങ്ങിയ ചില സൂചനകൾ കിട്ടുമ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ ഇടപെട്ട് ഈ സംസ്ഥാനങ്ങളിലൊക്കെ വൈദ്യുതി മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും നേരിട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ നിന്ന് ഡയറക്ടർമാരെ പ്രത്യേക ചുമതല കൊടുത്ത് അതർ സംസ്ഥാനങ്ങളിൽ ചെന്ന് അവിടുത്തെ യൂട്ടിലിറ്റിയുടെ തലവന്മാരുമായിട്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ സംസാരിക്കുമ്പോൾ ദേശീയ മാർക്കറ്റിൽ അവർ വിൽക്കുന്ന വൈദ്യുതി ബൈലാറ്ററൽ കരാറിലൂടെ നമുക്ക് കിട്ടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അന്ന് ആ പ്രതിസന്ധി പരിഹരിച്ചത്. ഇത് ഇങ്ങനെ മാത്രം ചെയ്യാം. അപ്പം അതുകൊണ്ട് മാത്രമല്ല പ്രശ്നം പരിഹരിക്കപ്പെടും എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത്
ഒരു ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ചില പ്രോട്ടോകോൾസ് എന്നതിനപ്പുറത്തേക്ക് ചില രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുക, ക്രൈസിസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ എന്താ പറയുക ആസൂത്രിതമായ ചില ഇടപെടലുകൾ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊരു ക്രൈസിസ് തന്നെ എഴുതുന്നു, പവർ ഷോർട്ടേജ് ഉണ്ട്, ഈ ഷോർട്ടേജ് പരിഹരിക്കാൻ എന്താണ് സാഹചര്യം? ഇതിനകത്ത് ഇപ്പം ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും പല വ്യവസായ സ്ഥാപനങ്ങളിലും ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകളുണ്ട്. ഈ ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾ അവരുടെ വ്യവസായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി സ്വന്തം നിലയങ്ങൾ എന്ന നിലയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. പക്ഷെ രാജ്യത്തൊരു വലിയ പവർ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ പവറിന്റെ വില വലിയ രൂപത്തിൽ വർദ്ധിക്കുമ്പോൾ ഇത്തരം ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾ അവരുടെ സ്വന്തം വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് പകരം തൽക്കാലം ഒരു ഷിഫ്റ്റ് ഒഴിവാക്കിയാലും ഈ വൈദ്യുതി വിറ്റ് കിട്ടുന്ന ലാഭം ഈ ഷിഫ്റ്റ് ഒഴിവാക്കിയാൽ വരുന്ന നഷ്ടത്തെക്കാൾ കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് പല കമ്പനികളും ഈ ക്യാപ്റ്റീവ് പവർ പ്ലാന്റ് എന്നുള്ള വൈദ്യുതി ദേശീയ മാർക്കറ്റിൽ വിൽക്കാൻ തയ്യാറാകും. ഇത്തരത്തിലുള്ള ക്യാപ്റ്റീവ് പവർ പ്ലാന്റുകൾ കണ്ടെത്തി അവരുമായിട്ട് നേരിട്ട് ഡിസ്കസ് ചെയ്ത് ബയലാറ്ററൽ കരാർ ഉണ്ടാക്കുന്നതിന്റെ സാധ്യതകൾ വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. ഇത്തരത്തിൽ നിരവധി സാധ്യതകൾ യഥാർത്ഥത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിപ്പം പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ തന്നെ ക്രൈസിസ് ഉണ്ട്. അവരും ഇത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്ന് ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ആ സാധ്യത ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയൂ. പക്ഷെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഒരു 10 സ്റ്റെപ്പ് പുറകിൽ നിന്നിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെ കാണുന്നത് എന്നതാണ് വ്യത്യാസം. ഇപ്പം 2017 ഇതേപോലെ എൽ നിനോ പ്രതിഭാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അന്ന് വൈദ്യുതി മന്ത്രി മണിയാശനായിരുന്നല്ലോ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ 4ാം ക്ലാസ് വിദ്യാഭ്യാസമേ ഉള്ളൂ, ഇംഗ്ലീഷ് പറയാൻ അറിയില്ല. ഇതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ കേൾക്കുന്ന വേർഷൻ. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് ഗുജറാത്തിൽ വൈദ്യുതി ലഭ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മണിയാശൻ ഗുജറാത്ത് വൈദ്യുതി മന്ത്രിയുടെ ഫോൺ നമ്പർ തപ്പിപ്പിടിച്ച് വിളിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ആകെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യം അവിടെ ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർ വരും, നിങ്ങൾ അവരെ എൻഗേജ് ചെയ്യണം എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥന്മാർ ചെന്ന് കണ്ട് സംസാരിച്ചതിന്റെ ഭാഗമായി ചില നേട്ടങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, പ്രശ്നം ഉണ്ടാകുമ്പോൾ പ്രശ്ന പരിഹാരത്തിന് എത്രത്തോളം പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പ്രശ്നം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ഇടപെടലും ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ നേതൃത്വം ഇച്ഛാശക്തിയോടുകൂടി ഇടപെടുന്നില്ല എന്നത് ക്രൈസിസ് രൂക്ഷമാക്കുന്നതിൽ ഘടകമായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം കേരളത്തിലെ പവർ ക്രൈസിസിനെ കാണാൻ. പവർ ക്രൈസിസിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശരിയാണ്, വൈദ്യുതി മന്ത്രി പറയുന്നത്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതൊക്കെ വസ്തുതാപരമായി ശരിയാണ്. ഡാമുകളുടെ ജലശേഖരം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഈ സമയത്ത് 60-70% ഉണ്ടായിരുന്നത് ഇപ്പം 28-30% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടുന്നില്ല, അതും വസ്തുതയാണ്. ടോട്ടൽ വൈദ്യുതി ഉപഭോഗത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വർധനവുണ്ടായിട്ടുണ്ട്, അതും വസ്തുതയാണ്. പക്ഷെ അതൊക്കെ ആവുമ്പോഴും അതിനെ നേരിടുന്നതിന് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ നിലയ്ക്ക് ഉണ്ടാകുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ പീരീഡിൽ വൈദ്യുതി ഉൽപാദനത്തിൽ ഉണ്ടായിട്ടുള്ള വർധനവ് യഥാർത്ഥത്തിൽ മറച്ചു വെക്കുക എന്നതാണ് ഈ പ്രചരണത്തിലൂടെ UDF ചെയ്യാൻ ശ്രമിക്കുന്നത്. 2016 കേരളത്തിലെ പീക്ക് ഡിമാൻഡ് എത്രയായിരുന്നു? ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്താണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുക, അല്ലാണ്ട് ജൂൺ ജൂലൈ മാസത്തിലല്ല. ഈ ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലത്തെ 2015-16 കാലത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏകദേശം 3300-3400 മെഗാവാട്ടാണ്. 2026 ഏപ്രിൽ മാസത്തിൽ നമ്മൾ ഡിമാൻഡ് 6100 മെഗാവാട്ടാണ്. അതായത് 3300 നിന്ന് 6100 ഏകദേശം 2800 മെഗാവാട്ടിന്റെ ഉപഭോഗ വർധനവ് അല്ലെങ്കിൽ ഡിമാൻഡ് വർധനവ് 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായി. ഈ ഡിമാൻഡ് വർധനവ് പരിഹരിച്ച് പ്രശ്നമില്ലാതെ തന്നെയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയത്, അല്ലേ? അപ്പം ഈ പീരീഡിലെ വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് 2016 കയ്യിലുണ്ടായിരുന്ന വൈദ്യുതി മതിയാവില്ലല്ലോ. 2026 ആവശ്യമുള്ള വൈദ്യുതി കൊടുത്തിട്ടാണല്ലോ പോയിട്ടുണ്ടാകുക. ഇതിനകത്ത് കേരളത്തില് വൈദ്യുതി ഉൽപാദനത്തിന് ഉണ്ടായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം ഉണ്ട്. കേരളത്തിലെ വൈദ്യുതി സാധ്യതകൾ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സാധ്യത
ജലവൈദ്യുതിയാണ്. അതിനകത്ത് കാര്യമായൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല, സത്യമാണ്. പക്ഷേ അപ്പോഴും ഒരു 225 മെഗാവാട്ടോളം ജലനിലയങ്ങൾ ഈ കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. 2011 മുതൽ 16 വരെയുള്ള UDF പീരീഡിൽ എത്ര മെഗാവാട്ട് വൈദ്യുതിയാണ് ജലനിലയങ്ങൾ കമ്മീഷൻ ചെയ്യുന്നതിലൂടെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്? വലിയൊരു സീറോ ആണ്. സ്വകാര്യ ജനറേറ്റിംഗ് സ്ഥാപനങ്ങൾ 2 സ്ഥാപനങ്ങളും കൂടി ചേർന്നൊരു 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതല്ലാതെ UDF പീരീഡ് കാര്യമായിട്ട് ജലവൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടില്ല. അന്ന് സോളാർ ഉൽപ്പാദനത്തിന് വലിയൊരു ശ്രമം നടന്നു. പക്ഷെ സോളാർ എന്ന് പറയുന്ന സാധനം, അന്നത്തെ സോളാർ എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ സോളാർ വൈദ്യുതി ഉൽപ്പാദന പദ്ധതി എന്ന രൂപത്തിലല്ലോ. പിന്നീട് മറ്റു ചില ചർച്ചകളല്ലേ കേരളത്തിൽ നടന്നത്. കാര്യമായിട്ടൊന്നും നടന്നില്ലല്ലോ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സോളാർ വൈദ്യുതി ഉൽപ്പാദനം എന്ന് പറയുന്നത് ഏകദേശം 2350 മെഗാവാട്ടാണ്. ചെറിയ നേട്ടമല്ല. ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാറിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദനം വളർച്ച നേടിയ സംസ്ഥാനം കേരളമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ടോട്ടൽ അളവിൽ വർധനവുണ്ടാവും. പക്ഷെ ആ സംസ്ഥാനത്തെ ഭൂവിസ്തൃതി ഇങ്ങനെയുള്ള പല ഘടകങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ വളർച്ചയുടെ ഒരു ഘടകം എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ രൂപത്തിൽ റൂഫ് ടോപ്പ് സോളാർ വർധനവുണ്ടായിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. 2100 മെഗാവാട്ട് റൂഫ് ടോപ്പിൽ നിന്ന് തന്നെയാണ് കേരളം ഉണ്ടാക്കിയത്. അതിനകത്ത് കേരളത്തിലെ വൈദ്യുതി യൂട്ടിലിറ്റിയുടെ നേരിട്ടുള്ള ഇടപെടൽ കൂടിയാണ് ഈ വർധന ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നത്. വൈദ്യുതി മേഖലയിൽ വൈദ്യുതി ഉൽപ്പാദന വർധനവിന് പരമാവധി ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വൈദ്യുതി ആവശ്യകത പൂർണ്ണമായും നിറവേറ്റാൻ കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം നടത്തിക്കൊണ്ട് കഴിയില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് പ്രായോഗികമായി നടക്കുന്നതല്ല. ഇതിനകത്ത് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, വൈദ്യുതി നിലയം സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ കിട്ടാനുണ്ട്, ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന വൈദ്യുതിയുടെ വിലയും ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു നിലയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന വൈദ്യുതിയുടെ വിലയും തമ്മിൽ കമ്പയർ ചെയ്ത് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് വില കുറവെങ്കിൽ അത് വാങ്ങുക എന്നതല്ലാതെ നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചേ പറ്റൂ എന്നൊരു നില ഇക്കാലത്ത് സ്വീകരിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്തൊരു എക്കണോമി വർക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ വൈദ്യുതി യഥാർത്ഥത്തിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ അസംസ്കൃത വസ്തുവും കൂടിയാണ്. അപ്പൊ നിങ്ങളൊരു ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്ന വൈദ്യുതിയുടെ വില എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു വരുന്ന ഉൽപ്പന്നത്തിന്റെ വിലയെ നിശ്ചയിക്കുന്നുണ്ട്. അപ്പൊ ദേശീയ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യേണ്ട ഒരു ഉൽപ്പന്നം വൈദ്യുതി റോ മെറ്റീരിയൽ ഉപയോഗിക്കുകയാണ്, അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുകയാണ്. ആ വസ്തുവിന്റെ വില ദേശീയ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ദേശീയ മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടിയേ പറ്റൂ. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി മാത്രമേ ഉപയോഗിക്കൂ എന്ന് തീരുമാനിച്ച് വലിയ വിലയ്ക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടാകാൻ കഴിയില്ല, കാർഷിക വികസനം ഉണ്ടാകാൻ കഴിയില്ല, മറ്റ് രൂപത്തിൽ. കാരണം നമ്മളൊക്കെ ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിന്റെ ഭാഗമാണ്, കേരളത്തിന്റെ ഉള്ളിൽ മാത്രം നിൽക്കുകയല്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു ദേശീയ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അത് കാണാതെ സ്വയം പര്യാപ്തത എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് അർത്ഥമില്ല. ഇക്കാലത്ത് സ്വയം പര്യാപ്തത ഒരു കാര്യത്തിലും സ്വയം പര്യാപ്തത എന്ന് പറഞ്ഞാൽ അത് അതിന്റെ പ്രാദേശിക മാർക്കറ്റിൽ എല്ലാ സാധനവും ഉണ്ടാക്കുക എന്നതല്ല. ലോക കമ്പോളവുമായി പോലും നമ്മൾ ഇന്റഗ്രേറ്റഡ് ആണ്. ഇപ്പം ഇന്ത്യയിൽ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കപ്പെടുന്നില്ലയോ എന്നത് ലോക മാർക്കറ്റിൽ ആ കമ്പോളത്തിൽ ആ വസ്തുവിന്റെ വിലയായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ടാണ്. വളരെ കുറഞ്ഞ വിലയ്ക്ക് ഒരു വസ്തു ലോക മാർക്കറ്റിൽ ലഭ്യമാകുമ്പോൾ അതിനെ വലിയ വിലയ്ക്ക് ഇവിടെ ഉണ്ടാക്കി നമ്മൾ സ്വയം പര്യാപ്തമാകാൻ തീരുമാനിച്ചാൽ ചില കാര്യങ്ങൾ നടക്കില്ല. അതേസമയത്ത് ഭക്ഷ്യോൽപ്പന്നം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടിയും വരും. ഇതൊക്കെ എന്താ പറയുക, നയപരമായി തീരുമാനിക്കപ്പെടേണ്ടതാണ്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊതു കമ്പോളത്തിന്റെ ഉള്ളിലാണ് വൈദ്യുതി വിൽക്കപ്പെടുന്നത്. ഇപ്പം കൽക്കരി നിലയങ്ങളുള്ള ഒറീസയിലോ അല്ലെങ്കിൽ ജാർഖണ്ഡിലോ ഒക്കെ പിറ്റ് ഹെഡ് സ്റ്റേഷൻസ് ഉണ്ടാക്കി അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ആ വൈദ്യുതി ട്രാൻസ്മിറ്റ് ചെയ്ത് കേരളത്തിൽ കൊണ്ടുവരുന്നതാണോ, അല്ല അവിടുന്ന് കൽക്കരി ഇവിടെ കൊണ്ടുവന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നതാണോ ലാഭകരം എന്ന് ചോദിച്ചാൽ അവിടുന്ന് പിറ്റ് ഹെഡിൽ നിന്ന് വൈദ്യുതി കൊണ്ടുവരുന്നതാണ് ലാഭകരം. കാരണം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ചിലപ്പോൾ അവിടുന്ന് കൽക്കരിയുടെ വിലയേക്കാൾ കൂടുതലായിരിക്കും. ആ ട്രാൻസ്പോർട്ടേഷൻ വഹിച്ച് ഇവിടെ കൽക്കരി കൊണ്ടുവന്ന് ഇവിടുന്ന് വൈദ്യുതി ഉണ്ടാക്കിയാൽ അവിടുന്ന് വൈദ്യുതി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പം പ്രാദേശികമായി വൈദ്യുതി ഉൽപ്പാദനം നടത്തുക എന്നത് മാത്രമല്ല, പുതുതായി രാജ്യത്ത് ഉണ്ടാകുന്ന ഇത്തരം വൈദ്യുതി നിലയങ്ങളുമായി കരാറുകൾ ഏർപ്പെട്ട് വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുക എന്നതാണ് ഊർജ ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനപ്പെട്ടത്. അപ്പൊ ആ നിലയ്ക്ക് കേരളത്തിന് വലിയ നേട്ടം കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് 3300 3400 മെഗാവാട്ട് ഡിമാൻഡ് ഉണ്ടായിരുന്നതെന്ന് 6000 മെഗാവാട്ടിന് മുകളിൽ ഡിമാൻഡ് ആകുമ്പോഴും കേരളത്തിന്
വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതെ പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഈ നിലയ്ക്ക് ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ വൈദ്യുതി കേരളത്തിൽ എത്തിക്കാൻ ആവശ്യമായ ലൈനുകളിൽ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്തു. എടമൺ കൊച്ചിൻ 400 പവർ ഹൈവേ എന്ന് പറയുന്നത് തിരുനെൽവേലി വഴി കൂടംകുളത്തുനിന്ന് വരുന്നതാണെങ്കിൽ കൂടംകുളത്തു നിന്നുള്ള വൈദ്യുതി മാത്രമല്ല അതിലൂടെ വരിക. അതിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന വൈദ്യുതിയും ആ ലൈന് വഴിക്ക് വരും. ഉദുമൽപേട്ടിൽ നിന്ന് തൃശ്ശൂർക്കുള്ള 400 kV ലൈനിന് പുറത്ത് നമ്മൾ പുകലൂരിൽ നിന്ന് തൃശ്ശൂരേക്ക് ഒരു HVDC ലൈൻ ഉണ്ടാക്കുന്നു. ആ ലൈന് കേരളത്തിലേക്ക് വൈദ്യുതി കൊണ്ടുവരുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഉടുപ്പിയിൽ നിന്ന് കാസർഗോഡേക്ക് ഒരു 400 kV ലൈനിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അത് കേരളത്തിന്റെ വൈദ്യുതി ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന് തെക്ക് വടക്ക് പവർ ഹൈവേ ഉണ്ടാകുന്നു. ആ പവർ ഹൈവേ ട്രാൻസ്ഗ്രിഡ് പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. 400 kV പവർ ഹൈവേ ഉണ്ടാകുന്നു. അത് കേരളത്തിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന വൈദ്യുതി എല്ലായിടത്തും ഫലപ്രദമായി പ്രസരണം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്മിഷൻ രംഗത്തും ഡിസ്ട്രിബ്യൂഷൻ രംഗത്തും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കൂടിയാണ് കേരളത്തിന്റെ വൈദ്യുതി ഭദ്രത ഉറപ്പുവരുത്തുന്നതിലുള്ളത്. അപ്പോൾ കേരളത്തിനുള്ളിൽ നമുക്ക് സാധ്യമാകുന്ന വൈദ്യുതി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുറത്തു നിന്ന് കിട്ടാവുന്ന സ്രോതസ്സുകളിൽ നിന്നൊക്കെ വൈദ്യുതി വാങ്ങിയെത്തിക്കുക, അതിനാവശ്യമായിട്ടുള്ള ലൈനുകളുടെ കൺസ്ട്രക്ഷൻ ഉറപ്പുവരുത്തുക. ഒരു കാലത്ത് മുടങ്ങിപ്പോയതാണല്ലോ പവർ ഹൈവേ. നമ്മുടെ പുതുപ്പള്ളി മണ്ഡലത്തിലാണല്ലോ അത് പ്രധാനമായും തടസ്സം ഉണ്ടായിരുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാതിരുന്ന പ്രശ്നം പരിഹരിച്ചത് പിണറായി വിജയൻ CM ആയിരുന്ന സമയത്ത്, MM മണി വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്താണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ വൈദ്യുതി രംഗത്ത് കേരളത്തിന്റെ ഊർജ്ജ ഭദ്രത ഉറപ്പുവരുത്തുന്നതിന് ഫലപ്രദമായ ഇടപെടൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു യൂണിറ്റ് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിച്ചില്ല എന്ന നിലയ്ക്ക് പറഞ്ഞ് ഈ പ്രശ്നത്തിന്റെയൊക്കെ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തലയിൽ വെക്കുക എന്നത് ശരിയായ സമീപനമല്ല. അതോടൊപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പൊ 2026 ഏപ്രിൽ മാസത്തിൽ 6100 മെഗാവാട്ട് വൈദ്യുതി ആവശ്യകത ഉണ്ടായിരുന്നപ്പോൾ നമ്മളത് നിറവേറ്റിയിട്ടുണ്ട്. 115 മില്യൺ യൂണിറ്റ് വൈദ്യുതി ആവശ്യകത വന്നപ്പോൾ നമ്മൾ അത് നിറവേറ്റിയിട്ടുണ്ട്. ഇപ്പം ജൂലൈ മാസത്തിൽ 4900 മെഗാവാട്ടിന്റെ ആവശ്യകത നമുക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല. 90 മില്യൺ യൂണിറ്റ് വൈദ്യുതി ആവശ്യകത നമുക്ക് നിറവേറ്റാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ വലിയ ഡിമാൻഡ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിമാൻഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ശരിയാണ്, ഏപ്രിൽ മാസത്തെ ഡിമാൻഡിനെ ജൂലൈ മാസത്തെ ഡിമാൻഡ് വെച്ച് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ കേരളം അത്ര വലിയ വൈദ്യുതി ഡിമാൻഡിനെ വരെ മീറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു വൈദ്യുതി സംവിധാനമാണ്. അപ്പം ഈ സംവിധാനത്തിന് ആ നിലയ്ക്ക് ശേഷി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ക്രൈസിസ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ പൊളിറ്റിക്കലായും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും നടത്തുന്നതിനുള്ള പരാജയം യഥാർത്ഥത്തിൽ UDF ഗവൺമെന്റ് ഉണ്ടായിരിക്കുന്നു. ആ പരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പഴിചാരുക എന്നതാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്ത് 2014 നടത്തിയ ഒരു ടെൻഡറിന്റെ ഭാഗമായി 2014-15 കാലത്ത് വെച്ചിട്ടുള്ള ഒരു ദീർഘകാല കരാറിലെ 465 മെഗാവാട്ട് കരാറ് റദ്ദ് ചെയ്തുകൊണ്ട് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ എടുത്തിട്ടുള്ള ഒരു തീരുമാനം കഴിഞ്ഞ LDF സർക്കാർ ഒരു കരാർ റദ്ദാക്കി എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും ഒക്കെ ചെയ്യുന്നത്. ഒന്നാമത്തെ ഘടകം, ഇപ്പോഴത്തെ പ്രതിസന്ധിയും ആ കരാറുമായി നേരിട്ടൊരു ബന്ധമില്ല. എന്തുകൊണ്ടാണ്? ഈ കരാർ റദ്ദാക്കപ്പെടുന്നത് 2023-ലാണ്. അതിനുശേഷം 3 വർഷം കഴിഞ്ഞു. ഈ 3 വർഷവും വൈദ്യുതി പ്രതിസന്ധി ഒന്നും ഈ കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. അപ്പൊ കരാർ റദ്ദാക്കുന്നത് കൊണ്ടാണ് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുന്നതെങ്കിൽ കഴിഞ്ഞ 3 വർഷവും പ്രതിസന്ധി ഉണ്ടാവണം. അതുകൊണ്ട് കരാർ റദ്ദാക്കിയത് കൊണ്ടുണ്ടായതല്ല ഈ പ്രതിസന്ധി. ഇനി നമ്മൾ തത്വത്തിൽ ആ കരാർ റദ്ദാക്കിയത് കൊണ്ടെന്തോ പ്രതിസന്ധി ഉണ്ട് എന്നങ്ങ് പറയുകയാണ്. ഇപ്പം ആ കരാർ ഉണ്ടായിരുന്നു എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടാവുമോ? ഈ ജൂലൈ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡിമാൻഡ് 4200 മെഗാവാട്ടാണ്. അസാധാരണമായ രൂപത്തിൽ ഡിമാൻഡ് വർദ്ധിച്ച് 4800, 4900 ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, വൈദ്യുതി മന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ച വൈദ്യുതി ഉപഭോഗം എത്രയാ? ഡിമാൻഡ് എത്രയാ? 4200. ആ 4200 മെഗാവാട്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ പല നടപടികൾ സ്വീകരിക്കും, അല്ലേ? ആ നടപടി സ്വീകരിക്കുന്നതിൽ ഈ 465 മെഗാവാട്ട് കരാർ ഉണ്ടായിരുന്നെങ്കിൽ ആ നടപടിയുടെ ഭാഗമായി ഉപയോഗപ്പെടുത്തുന്ന വൈദ്യുതി ആയിരിക്കില്ലേ അത്? അതായത് 4200 മെഗാവാട്ട് നമുക്ക് വേണം.
അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വൈദ്യുതി. ആ പ്രതീക്ഷിക്കുന്ന 4200 കണ്ടെത്തുന്നതിന് പല മാർഗങ്ങൾ ആലോചിക്കുന്നതിൽ ഒരു മാർഗം 4200 മെഗാവാട്ട് നമ്മളെ കയ്യിൽ കരാറുണ്ട്, അത് അവിടെ കടന്നു. അതിനുശേഷം ബാക്കിയുള്ളതാണല്ലോ നമ്മൾ ആലോചിക്കുക. അങ്ങനെ ആലോചിച്ച് 4200 മെഗാവാട്ട് കണ്ടെത്താനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചു. ഡിമാൻഡ് പക്ഷേ 4800 ആയി. 600ന്റെ വ്യത്യാസം ഉണ്ടായി. 600ന്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നേരത്തെ ഉപയോഗപ്പെട്ട് കഴിഞ്ഞ 465 പിന്നെ അഡീഷണൽ ആയി കിട്ടുമോ? കാരണം അത് 4200ന്റെ ഭാഗമായി ഉപയോഗപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ കരാർ ഉണ്ടായിരുന്നെങ്കിലും കരാർ ഇല്ലെങ്കിലും ഇപ്പൊ ഉണ്ടാകുന്ന പ്രതിസന്ധിക്ക് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. കരാർ ഉണ്ടായിരുന്നെങ്കിൽ ആ 4200 നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിൽ ആ 465 കൂടി ഉൾപ്പെടുമായിരുന്നു. കരാർ ഇല്ലാത്തത് കൊണ്ട് ആ 465 നമ്മൾ വേറെ രൂപത്തിൽ ഉൾപ്പെടുത്തി കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും 4200 എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് കരാർ ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമല്ല, അത് പരിഹാരവും അല്ല. പിന്നെ കരാർ റദ്ദാക്കിയത് കൊണ്ട് മറ്റെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവേണ്ടത്? ആ കരാറിൽ ഒരു യൂണിറ്റ് വൈദ്യുതി 4.29 കിട്ടുമായിരുന്നു. കരാറില്ലാത്തത് കൊണ്ട് വൈദ്യുതി 10 രൂപയ്ക്കും 12 രൂപയ്ക്കും 14 രൂപയ്ക്കൊക്കെ വാങ്ങി ഇലക്ട്രിസിറ്റി ബോർഡിന് വലിയ നഷ്ടം ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാക്കി. ഈ കമ്പാരിസൺ യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമായ കമ്പാരിസനാണ്. കാരണം കരാറിലെ വൈദ്യുതിയുടെ വില എന്ന് പറയുന്നത് 12 രൂപയ്ക്കും 14 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന പീക്ക് വൈദ്യുതി അല്ല. 4 രൂപ 29 പൈസ എന്ന് പറയുന്ന കരാറിലെ വില എന്ന് പറയുന്നത് റൗണ്ട് ദ ക്ലോക്ക് ആണ്. അതായത് കേരളത്തിലെ 24 മണിക്കൂറും കിട്ടുന്ന വൈദ്യുതിയുടെ വിലയാണ്. നമ്മൾ പീക്ക് സമയത്തെ 4 മണിക്കൂർ നേരം ഉണ്ടല്ലോ, വൈകുന്നേരം ഒരു 7 മണി മുതൽ 11 മണി വരെയുള്ള സമയത്താണല്ലോ നമ്മൾ പീക്ക് ഡിമാൻഡ് വരുന്നത്. ആ സമയത്ത് ദേശീയ കമ്പോളത്തിൽ വരുന്ന വിലയാണ് നേരത്തെ 14 രൂപ വരെയൊക്കെ പോയിരുന്നത്. ഇപ്പൊ 10 രൂപയെ ക്യാപ്പ് ചെയ്തിട്ടുള്ള വില. ഇപ്പൊ 10 രൂപയെ ക്യാപ്പ് ചെയ്തിരിക്കുകയാണ് സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ. 10 രൂപയ്ക്ക് അപ്പുറത്തേക്ക് വില ഈടാക്കാൻ ദേശീയ കമ്പോളത്തിൽ പറ്റില്ല. അതുകൊണ്ട് 10 രൂപയെ ക്യാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പൊ 10 രൂപയ്ക്ക് ദേശീയ കമ്പോളത്തിൽ നിന്ന് നമ്മൾ വാങ്ങുന്നത് 4 മണിക്കൂർ നേരത്തെ പീക്ക് വൈദ്യുതിയാണ്. 4 രൂപ 29 പൈസേന്റെ വൈദ്യുതിയോ റൗണ്ട് ദ ക്ലോക്ക് ആണ്, 24 മണിക്കൂറുമാണ്. ഇനി ഈ 4 മണിക്കൂർ കഴിഞ്ഞ് ബാക്കിയുള്ള 20 മണിക്കൂർ ഉണ്ടല്ലോ, അത് ദേശീയ കമ്പോളത്തിലെ വൈദ്യുതി വില എത്രയാണ്? ചില സമയങ്ങളിൽ അതൊരു 6 രൂപ 7 രൂപയൊക്കെ ആവാറുണ്ട്. പകൽ സമയത്ത് 10 പൈസയ്ക്കും വൈദ്യുതി കിട്ടാനുണ്ട്. പക്ഷേ നമുക്ക് കരാറുണ്ടെങ്കിൽ 465 മെഗാവാട്ട് വൈദ്യുതി 4 രൂപ 29 നിരക്കിൽ നമ്മൾ എടുത്തേ മതിയാവും. ഇപ്പൊ പകൽ സമയത്ത് നമ്മൾ 10 മില്യൺ യൂണിറ്റ് വൈദ്യുതി, അതായത് 1 കോടി യൂണിറ്റ് വൈദ്യുതി സറണ്ടർ ചെയ്യുന്നുണ്ട്. സറണ്ടർ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ആവശ്യത്തിലധികം വൈദ്യുതി ഉള്ളത് കൊണ്ട് നമ്മൾ ദേശീയ ഗ്രിഡിലേക്ക് വെറുതെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ കൊടുക്കാൻ ഉള്ള വൈദ്യുതി 4.29 പൈസയ്ക്ക് 465 മെഗാവാട്ട് വാങ്ങി അഡീഷണൽ ആയി കൊടുക്കേണ്ടി വരും എന്നതാണ് യഥാർത്ഥത്തിൽ കരാർ ഉണ്ടായിരുന്നെങ്കിൽ അക്കാര്യത്തിൽ സംഭവിക്കുക. അപ്പം റൗണ്ട് ദ ക്ലോക്ക് വൈദ്യുതിയുടെ വിലയും പീക്ക് സമയത്ത് വാങ്ങുന്ന വൈദ്യുതിയുടെ വിലയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. പീക്ക് സമയത്ത് ഇപ്പൊ നമ്മൾ 10 രൂപ ഒരു യൂണിറ്റിന് കൊടുക്കേണ്ടി വരുന്നു. എന്നാൽ ബാക്കിയുള്ള 20 മണിക്കൂർ നേരത്തെയും വൈദ്യുതി വിലയുടെ ശരാശരി എടുത്താൽ അത് 2 രൂപയേ ഉള്ളൂ. 2 രൂപയ്ക്ക് 20 മണിക്കൂർ നേരം വൈദ്യുതി കിട്ടുന്നു. 2 × 20. നമ്മൾ ഓരോ യൂണിറ്റ് വൈദ്യുതിയാണ് ഓരോ മണിക്കൂർ എടുക്കുന്നതെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 40 രൂപ. 4 മണിക്കൂർ നേരം 10 രൂപയ്ക്ക് എടുക്കുന്നു. അപ്പൊ അഡീഷണൽ ആയി 40 രൂപ. അങ്ങനെ മൊത്തം 80 രൂപ. ആകെ എത്ര യൂണിറ്റ് വൈദ്യുതി? 24 യൂണിറ്റ് വൈദ്യുതിക്ക് 80 രൂപ കൊടുക്കുന്നു. അപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിന്റെ വില എത്രയാ ശരാശരി? 3 രൂപ 33 പൈസ. 3 രൂപ 33 പൈസയാണോ 4.29 ആണോ വലുത്? അതായത് 4.29 നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള ശരാശരി വൈദ്യുതി വിലയുമായിട്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ദീർഘകാല കരാറിനേക്കാളും ഉയർന്ന വിലയ്ക്ക് കഴിഞ്ഞ കുറച്ചു കാലം നമ്മൾ വൈദ്യുതി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ചില സമയങ്ങളിൽ നമ്മൾ വൈദ്യുതി ഉയർന്ന വിലയ്ക്കും വാങ്ങിയിട്ടുണ്ട്, അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ധാരാളമായി വൈദ്യുതി നമ്മൾ വാങ്ങിയിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ കമ്പയർ ചെയ്ത് ഇതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടായിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ ഈ ദീർഘകാല കരാർ റദ്ദാക്കിക്കൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടി, അതുകൊണ്ട് ദീർഘകാല കരാർ റദ്ദാക്കേണ്ടതില്ലായിരുന്നു എന്നതാണോ നമ്മുടെ അഭിപ്രായം? അങ്ങനെയല്ല അഭിപ്രായം. സംസ്ഥാന സർക്കാർ റെഗുലേറ്ററി കമ്മീഷൻ ദീർഘകാല കരാർ റദ്ദാക്കുമ്പോൾ ആ റദ്ദാക്കുന്നതിനെതിരായി നയപരമായ നിർദ്ദേശം കൊടുത്തു. എന്തുകൊണ്ടാണ്? കേരളത്തിന്റെ ഉത്തമ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ആ കരാർ നിലനിൽക്കേണ്ടതുണ്ട് എന്നാണ് റെഗുലേറ്ററി കമ്മീഷനോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു. കരാറിൽ കിട്ടുന്ന 4 രൂപ 29 പൈസയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കേരള വൈദ്യുതി കിട്ടാനുണ്ടെങ്കിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ ഇത് റദ്ദാക്കരുത് എന്നാവശ്യപ്പെട്ടത്? അവിടെ ഒരു പ്രശ്നമുള്ളത്, ഇത് സംസ്ഥാന വൈദ്യുതി ബോർഡ് ഉണ്ടാക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് 465 മെഗാവാട്ട് വൈദ്യുതി നമ്മുടെ കയ്യിൽ ഉണ്ട്. അങ്ങനെ കയ്യിൽ വൈദ്യുതി വെച്ചുകൊണ്ട് അഡീഷണലായി നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി അറേഞ്ച് ചെയ്യുന്നതിന് എടുക്കുന്ന ഫ്ലെക്സിബിലിറ്റി യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടപ്പെടും. 465 മെഗാവാട്ട് നമ്മളെ കയ്യിൽ ഉള്ള വൈദ്യുതിയാണ്. അത് നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ അതും കൂടി നമ്മൾ പുതുതായി
താൽക്കാലിക അടിസ്ഥാനത്തിൽ കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. അത് കണ്ടെത്താൻ സാധ്യതകൾ ഇന്നുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ലിവറേജ് നഷ്ടപ്പെടും. ആ നിലയ്ക്ക് യഥാർത്ഥത്തിൽ ഈ കരാർ നിലനിൽക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടത്. ഇപ്പോൾ 2023 ഈ കരാർ റദ്ദ് ചെയ്യുന്നതിന് മുമ്പ് റെഗുലേറ്ററി കമ്മീഷൻ ഇത് സംബന്ധിച്ചൊരു പൊതു തെളിവെടുപ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ തെളിവെടുപ്പിൽ ഞാനും KSEB ഓഫീസേഴ്സ് അസോസിയേഷനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ഏകദേശം 1.5 മണിക്കൂർ നേരം ഈ കരാർ എന്തുകൊണ്ട് റദ്ദ് ചെയ്യരുത് എന്ന് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അന്ന് ആ കരാർ റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഘടന വൈദ്യുതി ബോർഡിലെ എഞ്ചിനീയേഴ്സ് അസോസിയേഷനാണ്. ആ എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ ഒരു നേതാവാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രിയുടെ അഡീഷണൽ PS ആയിട്ടിരിക്കുന്നത്. ആ എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ നേതാക്കന്മാരാണ് വൈദ്യുതി ബോർഡ് പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഡയറക്ടർമാരായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഈ കരാറ് കടുത്ത അഴിമതിയാണ് എന്ന് മാധ്യമങ്ങളിൽ വാർത്ത നൽകുകയും അതിനുവേണ്ടി ശക്തമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പം ആ കരാർ റദ്ദാക്കപ്പെട്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റദ്ദ് ചെയ്ത് കളഞ്ഞു, കുഴപ്പമായി പോയി എന്ന് പറയുന്ന ആളുകളൊക്കെ നേരത്തെ ഇത് സംബന്ധിച്ച് സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്? ഈ കരാർ റദ്ദ് ചെയ്യണം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മലയാള മനോരമയും മാതൃഭൂമിയും ഒക്കെ എന്തോ ഭീകരമായ അഴിമതിയാണ് ദീർഘകാല കരാറിൽ ഉണ്ടായിരുന്നത് എന്ന് ആരോപിച്ചവരാണ്. അത് ആരോപിച്ചതിന്റെ കാരണം ആ കരാർ UDF സർക്കാരിന്റെ കാലത്ത് വെച്ചതാണ്, ആര്യാട് മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ സമയത്ത് വെച്ചതാണ് എന്നതല്ല അന്ന് അവർ അതിനെ കണ്ടത്. അന്ന് വൈദ്യുതി ബോർഡിന്റെ ചെയർമാൻ ആയിരുന്നത് നേരത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ IAS, അന്ന് CMD ആയിരുന്നു KSEBയുടെ. അപ്പോൾ ശിവശങ്കരൻ IAS വെച്ച കരാർ എന്നാണ് അന്ന് അവർ ആ കരാറിനെ പറ്റി പറഞ്ഞത്. അതുകൊണ്ട് അത് അഴിമതിയാണ്, അത് റദ്ദാക്കേണ്ടതാണ് എന്ന് ശക്തമായി വാദിച്ച സിജി ഇപ്പോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയാണ്. അങ്ങനെ ശക്തമായി വാദിച്ച എഞ്ചിനീയേഴ്സ് അസോസിയേഷനും ബോർഡിലെ ചില കോൺഗ്രസ് സംഘടനകളും ഇപ്പോ മന്ത്രിയുടെ പ്രധാനപ്പെട്ട ഈ പറയുന്ന UDF കാലത്തെ നടത്തിപ്പുകാരാണ്. അപ്പം നിലപാടുകളിൽ വരുന്ന വലിയ മാറ്റമാണ്. അന്നും ഇന്നും ഒക്കെ എല്ലാ കാലത്തും ദീർഘകാല കരാർ കേരളത്തിന് ആവശ്യമായിരുന്നു എന്ന നിലപാടാണ്. അത് 2014 ഈ കരാർ വെച്ച സന്ദർഭത്തിൽ, അതിനുശേഷം 2016 ഗവൺമെന്റ് ഇക്കാര്യം പരിശോധിക്കുമ്പോൾ അതിനകത്ത് ആ കരാർ വെക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം. പക്ഷെ ആ വൈദ്യുതി കേരളത്തിന് ആവശ്യമുള്ളതാണ് എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യം സ്വീകരിച്ചത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ അത് അംഗീകരിച്ചില്ല. റെഗുലേറ്ററി കമ്മീഷൻ ഏത് റെഗുലേറ്ററി കമ്മീഷനാണ്? നിങ്ങൾ വെച്ച റെഗുലേറ്ററി കമ്മീഷൻ അല്ലേ എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചത്. 2014 ഈ കരാർ വെക്കുമ്പോൾ വൈദ്യുതി ബോർഡ് ഏതെങ്കിലും ഒരു കരാർ വെക്കണമെങ്കിൽ മുൻകൂറായി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വാങ്ങി വേണം വെക്കാൻ എന്നാണ് നിയമം അനുശാസിക്കുന്നത്. 2014 UDF നിയമിച്ച റെഗുലേറ്ററി കമ്മീഷൻ ആയിരുന്നല്ലോ. ആ റെഗുലേറ്ററി കമ്മീഷന്റെ മുൻകൂർ അനുമതിയോടുകൂടി ആയിരുന്നോ കരാർ വെച്ചത്? അല്ല, മുൻകൂർ അനുമതി കിട്ടിയില്ല. അത് അനുമതി കിട്ടാത്തത് കൊണ്ട് ക്യാബിനറ്റിൽ കൊണ്ടുപോയാണ് ഈ കരാർ വെക്കുന്നത്. അതിനുശേഷം റെഗുലേറ്ററി കമ്മീഷന് മുമ്പിൽ ഈ കരാറിന് അനുമതിക്ക് വേണ്ടി അപേക്ഷിച്ചു. അങ്ങനെ അപേക്ഷിക്കുന്ന സന്ദർഭത്തിലും UDF വെച്ച റെഗുലേറ്ററി കമ്മീഷൻ തന്നെയാണ്. ആ കമ്മീഷൻ മാറുന്നത് 2017 2016 ഡിസംബർ മാസത്തിൽ ആ റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവിടുന്നതും ആകെ വെച്ചിട്ടുള്ള 765 മെഗാവാട്ടിന്റെ കരാറിൽ 300 മെഗാവാട്ടിന് മാത്രം അംഗീകാരം കൊടുത്ത് ബാക്കി 465 മെഗാവാട്ടിന് അംഗീകാരം കൊടുക്കില്ല എന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത് UDF വെച്ച റെഗുലേറ്ററി കമ്മീഷൻ. അതിന് തുടർച്ചയായി ആണ് 2023 റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാർ റദ്ദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായത്. അപ്പം കരാറ് റദ്ദ് ചെയ്യുന്നതിന് റെഗുലേറ്ററി കമ്മീഷൻ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള സമീപനം ഒന്ന് തന്നെയാണ്. അത് UDF വെച്ച റെഗുലേറ്ററി കമ്മീഷനും അതിനുശേഷം LDF ഗവൺമെന്റിന്റെ കാലത്ത് നിയമിക്കപ്പെട്ടിട്ടുള്ള റെഗുലേറ്ററി കമ്മീഷനും അതേ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്. റെഗുലേറ്ററി കമ്മീഷൻ യഥാർത്ഥത്തിൽ ഒരു സെമി ജുഡീഷ്യൽ ബോഡിയാണ്. അത് കോടതി നടപടികൾ പോലെ ഹാജരാക്കപ്പെടുന്ന ഡോക്യുമെന്റുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ബോഡിയാണ്. അതിനകത്ത് സംസ്ഥാന സർക്കാരിനുള്ള ഇടപെടൽ നയപരമായ നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള നയപരമായ നിർദ്ദേശം LDF സർക്കാർ കൊടുത്തു. ഈ കരാർ റദ്ദാക്കരുത് എന്ന നയപരമായ നിർദ്ദേശം കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ കരാർ റദ്ദ് ചെയ്ത് ഉത്തരവ് ഇട്ടതിന് ശേഷം സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടുള്ള നയപരമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കരാർ പുനഃസ്ഥാപിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ തയ്യാറായി. കാരണം ചെയ്യേണ്ടി വരും. നയപരമായ നിർദ്ദേശം കിട്ടിയാൽ അതനുസരിക്കാൻ റെഗുലേറ്ററി കമ്മീഷൻ ബാധ്യസ്ഥമാണ്. അതിനെതിരായി വൈദ്യുതി കമ്പനികൾ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോയി ആ ഉത്തരവ് ക്യാൻസൽ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെയാണ് കരാർ റദ്ദാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. അതിനെതിരെ സംസ്ഥാന സർക്കാരും KSEB സുപ്രീം കോടതി കേസ് പോയി. ഇപ്പൊ സുപ്രീം കോടതി കേസ് നടക്കുകയാണ്. ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. അങ്ങനെ സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
റദ്ദാക്കിയിട്ടുള്ള കരാർ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിശേഷിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ വസ്തുതകളെ വസ്തുതകളായി കാണാനും വൈദ്യുതി മേഖലയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നതിന് പകരം എല്ലാം മുൻസർക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് പഴിചാരി രക്ഷപ്പെടാനുള്ള സമീപനമാണ് ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ അടുത്ത വേനൽ വരെയൊക്കെ തന്നെ ഈ പ്രതിസന്ധി തുടരുന്ന സാഹചര്യമാണുള്ളത്. അപ്പോഴും UDF മന്ത്രിസഭ കഴിഞ്ഞ സർക്കാരാണ് പ്രശ്നം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയോ? അല്ല, ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫലപ്രദമായ ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ? അതാണ് നമുക്ക് കാണേണ്ടത്.